ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അങ്ങനെ നമ്മുടെ സുതി നിൽക്കുന്നത് നോക്കിക്കൊണ്ട് രേവതി കിച്ചണിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചാണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതും ആ ഒരു ഭാഗം കാണിച്ചു തന്നെയാണ്. നമ്മുടെ സുതി എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് കരുതി കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രയുടെ റൂമിൽ നിന്നാണ് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രേവതി മാറി നിൽക്കുകയാണ് കേട്ടോ. കാരണം ആ സുതിയുടെ മുഖത്തുണ്ട് എല്ലാ ഭാവവ്യത്യാസങ്ങളും. സുതിയാണ് അത് ചെയ്തതെന്ന് നന്നായിട്ട് സുതിയുടെ മുഖത്തെ ആ ഒരു പരിഭ്രമം ഒക്കെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതി ഇതെല്ലാം നോക്കി കാണുന്നതും പഴയ കാര്യങ്ങൾ, അതായത് നമ്മുടെ സച്ചി വഴക്ക് പറഞ്ഞ കാര്യങ്ങളും അവിടെ അപ്പ തന്നെ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സുതി അഭിനയിച്ചതും ചന്ദ്ര അഭിനയിച്ചതും ഒക്കെ ആയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി രേവതി ഇങ്ങനെ ഓർക്കുകയാണ്. കൂടുതലും നമ്മുടെ രേവതി ഓർക്കുന്നത് ചന്ദ്ര പറഞ്ഞ കാര്യമോ ഞാനാണ് പൈസ കൊടുത്തത് എന്ന്. രേവതിക്ക് ഉറപ്പായി കേട്ടോ. ഈ സുതിയുടെ മുഖഭാവം മാറ്റമൊക്കെ കണ്ടപ്പോഴത്തേക്കും രേവതിക്ക് ഉറപ്പായി ഇതൊരിക്കലും ചന്ദ്ര കൊടുത്ത പൈസയല്ല, ഇത് സുതി തന്നെ എടുത്തോണ്ട് പോയതാന്ന് 100% ഉറപ്പിച്ചു കേട്ടോ. ഏതായാലും അവിടെ നിന്ന് വല്ലാത്ത വിഷമത്തോടു കൂടി നിന്ന് കരയുകയാണ് നമ്മുടെ രേവതി. എന്നിട്ട് നേരെ റൂമിനകത്തേക്കാട്ടോ പോയത്. റൂമിനകത്തേക്ക് പോയി പൊട്ടിക്കരയുക. തന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, തന്റെ കുടുംബത്തെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഓർത്തായിരിക്കും. വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർക്കുകയാണ്. അവിടെ നടന്ന ആ സംഭവങ്ങൾ ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഓർത്താണ് രേവതി കരയുന്നത്. അപ്പോഴേക്കും പതിയെ നമ്മുടെ സച്ചി അകത്തേക്ക് വന്നിട്ട് രേവതിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് സച്ചി പറഞ്ഞു, നീ നാളെ എന്നെ നേരത്തെ വിളിക്കണം, എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും രേവതിനെ സച്ചി ശ്രദ്ധിച്ചപ്പോഴത്തേക്കും രേവതി ഇരുന്ന് കരയുക. രേവതി കരയുന്നത് കണ്ടതും സച്ചി അടുത്തേക്ക് വന്നിട്ട്, നീ എന്താ രേവതി കരയുന്നത്, എന്താ നിനക്ക് പറ്റിയത്, നീ ഈ കരയേണ്ട കാര്യം എന്താ? ഹേയ് ഒന്നുമില്ല സച്ചേട്ടാ, ഒരു കാര്യമില്ല. അമ്മ വീണ്ടും നിന്നോട് വല്ലതും പറഞ്ഞോ? പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ല സച്ചേട്ടാ, ഇനി എന്ത് പറയാനാ, എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? പാവം എന്റെ അമ്മയും അനിയനും ഒക്കെ ഒരു തെറ്റും ചെയ്യാതെയല്ലേ ഇതൊക്കെ കേൾക്കണത്. അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരിക. ശരത്ത് നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ, അമ്മേനെ കൊണ്ട് മാപ്പ് പറയിച്ചില്ലേ, പിന്നെ നീ എന്തിനാ കരയുന്നത്? ഒരു മാപ്പ് പറഞ്ഞു കഴിയുമ്പം എല്ലാം തീരുവോ സച്ചേട്ടാ? അല്ല, അമ്മയും മോനും ഉള്ളൊരു നാടകമല്ലായിരുന്നോ അത്? ഒരിക്കൽ വാ മൂടി കെട്ടിയതുപോലെ നിർത്തിയില്ലേ അമ്മേനെ? ദേ, എന്റെ കുടുംബത്തെ അപമാനിക്കാൻ നോക്കിയിട്ട് ഒടുവിൽ എന്താ പറ്റിയത്? നിന്റെ കുടുംബത്തെ അപമാനിക്കാൻ നോക്കിയിട്ട് ഒടുവിൽ എന്താ പറ്റിയത്? അമ്മ തന്നെയല്ലേ അപമാനിതയായത്. കരയാതിരിക്ക്. അല്ല, എത്ര തവണയായി സച്ചേട്ട ഇങ്ങനെ എന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ വെറുതെ നോക്കുക. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്യുന്നത്? ദേ, ഇവിടെയുള്ളവരൊക്കെ പിന്നെ കോടീശ്വരന്മാരാണല്ലോ. ഓ, രാജപരമ്പരയിൽ പെട്ടതാ എന്റെ അമ്മ. അറിയാലോ, പണം കൊണ്ടുള്ള മെത്തയില എന്റെ അമ്മ കിടക്കുന്നത്. എന്റെ പൊന്നു രേവതി, നിന്റെ കുടുംബം പോലെ തന്നെ ഒരു സാധാരണ കുടുംബം തന്നെയാ ഇതും. ഞാനൊരു സാധാരണക്കാരനായ ഡ്രൈവറും. ഇതിൽ പരം വേറെ എന്താ ഉള്ളത്? നീ എന്തിനാ നിന്റെ കുടുംബത്തെ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നത്? എല്ലാവരും ഒരുപോലെ തന്നെയാ. അവര് വലുതോ ഇവര് ചെറുതോ എന്നൊന്നും ഇവിടെ ഇല്ല. അല്ല സച്ചേട്ട, ശ്രുതിയുടെ അനിയനായിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ അവനോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നല്ലോ. കള്ളൻ എന്ന മുദ്ര കുത്തി അപമാനിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവര് പണക്കാരാ, മലേഷ്യയില് ബിസിനസ് നടത്തുന്ന കോടീശ്വരനാണ് ശ്രുതിയുടെ അച്ഛന്. അതൊക്കെ അറിയാം അമ്മയ്ക്ക്. ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ അമ്മ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പാവങ്ങളായതുകൊണ്ട് തന്നെയാ പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അനിയനെ കുറ്റപ്പെടുത്തി അമ്മ അപമാനിച്ചത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ഒരിക്കലും എൻ്റെ അനിയൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ അമ്മയും അനിയനും അനിയത്തിയൊക്കെ അപമാനിതരായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ? എനിക്ക് പറ്റില്ല അതൊന്നും ഓർത്തെടുക്കാന്. അവര് തല കുഞ്ചി നിൽക്കുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരിക. പുറത്തു നിന്നുള്ള ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടത് കൊടുത്തേനെ, നല്ലത് പറഞ്ഞേനെ. പക്ഷെ അമ്മ ആയതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റിയില്ല. അമ്മ ആയതുകൊണ്ട് എന്താ ഇത്ര പേടിക്കാനിരിക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഒന്നും മറക്കേണ്ട കാര്യമില്ല. അത് അമ്മയെന്നല്ല, ആരാണെങ്കിലും വേണ്ട സമയത്ത് നമ്മൾ പറയേണ്ടത് പറയണം. അപ്പം പറയേണ്ടത് പറയാതെ മുറി വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, ഞാൻ എന്ത് പറയാനാ? ശരത്തിന് അന്നൊരു തെറ്റു പറ്റിയിട്ടുണ്ട്, അതിനൊരു കുറ്റബോധം ഉണ്ട് അവന്. ദേ, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഒരു പൈസ പോലും മോഷ്ടിച്ചിട്ടില്ല, 1 രൂപ പോലും. നല്ലോണം അധ്വാനിച്ച് തന്നെയാ അച്ഛൻ കുടുംബം പുലർത്തിയിരുന്നത്. കച്ചവടം ഇല്ലാത്തപ്പം പട്ടിണി കിടന്നിട്ടുണ്ട് ഞങ്ങള്. എന്നിട്ടും ഞങ്ങളോട് മോഷ്ടിക്കാനോ കക്കാനോ ഒന്നും അച്ഛനും അമ്മയും ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഭക്ഷണത്തിനു വേണ്ടി ഒന്നും ആരുടെയും മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല.
അങ്ങനെയുള്ള ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ച് അപമാനിച്ചത്. അതൊക്കെ കേട്ടോണ്ട് നിന്നില്ലേ എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. മോഷ്ടാക്കളുടെ കുടുംബമാണ് അത്ര ഞങ്ങളുടേത്. എടി, അമ്മ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് കയർത്ത് സംസാരിച്ചത്. അത് നീ കണ്ടതല്ലേ. ഞാൻ ദേഷ്യപ്പെട്ട് അമ്മയോട് സംസാരിച്ചല്ലോ. ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലായിരുന്നോ ശരത്തൊന്നും മോഷ്ടിച്ചിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ എന്തിനാ രേവതി നീ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. ഒടുക്കം സത്യം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു. പിന്നെ എന്തിനാ നീ ഇനി കരയുന്നത്? അല്ല, ഇതൊന്നും എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം വരുന്നത്. അമ്മ മനസ്സിൽ വിചാരിച്ചു കാണും അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ. അതുമല്ല, എൻ്റെ അനിയൻ അവൻ കോളേജിൽ പഠിക്കുന്നതല്ലേ, അവൻ എന്തു മാനസിക വിഷമം അനുഭവിച്ചു കാണും. അതവന്റെ പഠിത്തത്തെ വരെ ബാധിക്കില്ലേ. രേവതി, കണ്ണു തുടയ്ക്ക്. നീ കരയാതെ. നീ ആരുടെയും കാര്യം ഓർത്ത് കരയണ്ട. നീ കണ്ണു തുടയ്ക്ക്. കരയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ കണ്ണ് പതിയെ സച്ചി ഇങ്ങനെ തുടച്ചു കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ദേ, കരയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ആ സത്യം എന്ത് സംഭവിച്ചാലും നമ്മളെ രക്ഷപ്പെടുത്തുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ശരത്ത് തെറ്റ് ചെയ്തിട്ടില്ല. സത്യം അവന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് അയാൾ വരികയും ആ ഒരു ടിക്കറ്റ് കൊണ്ടുവന്നതും ഒക്കെ. മാങ്ങേന്റെ ചോട്ടിൽ മാങ്ങ ഉണ്ടാകും, അതുപോലെ ചക്കേന്റെ ചോട്ടിൽ ചക്ക ഉണ്ടാകും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അത് മാത്രമേ ഉള്ളൂ രേവതി. എൻ്റെ അമ്മ പലതും പറയും, മുന്നും പിന്നും നോക്കാതെയൊക്കെ സംസാരിക്കും. അതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ. നീ പൂ കെട്ടുന്നവളല്ലേ. എല്ലാ പൂക്കൾക്കും ഒരേ കളറാണോ? അല്ല, മല്ലി, മുല്ല, റോസ് എന്ന് വേണ്ട എല്ലാ പൂക്കൾക്കും വേറെ വേറെ നിറങ്ങളാ. അല്ല, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ ചോദിച്ചത്? കൊള്ളാം കൊള്ളാം. പൂക്കളെ കുറിച്ച് പറയുമ്പം LED ബൾബ് പോലെ ആ മുഖം പ്രകാശിക്കുന്നത് കണ്ടോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പൂക്കള് പല കളറിലല്ലേ, അതുപോലെ മനുഷ്യരും പല കളറിലും പല സ്വഭാവത്തിലും ഒക്കെ ഉണ്ട്. അവർ പല തരക്കാരാ. അതിൽ ഒരു തരവാ എൻ്റെ അമ്മ. അതിൽ ഒരു തരം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട തരം. എല്ലാ പൂക്കളും നമ്മൾ തലയിൽ ചൂടാണ്ടോ? ഇല്ലല്ലോ. അതുപോലെ അമ്മ പറയുന്ന വാക്കും നമ്മൾ ചെവിയിലെടുക്കേണ്ട കാര്യമില്ല രേവതി. അതൊക്കെ അങ്ങോട്ട് വിട്ടുകളാം. അല്ല, എന്നെ കാണാൻ എന്റെയും അമ്മയും സഹോദരങ്ങളൊക്കെ ഇനി ഈ വീട്ടിലേക്ക് വരുമോ? എനിക്ക് തോന്നുന്നില്ല സച്ചേട്ട. ഇനി അവരെങ്ങനെ ഇങ്ങോട്ടേക്ക് വരും? ഒരു ബഹുമാനം കൊടുക്കാത്ത ഈ വീട്ടിലേക്ക് അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനില്ലേ ഇവിടെ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ? ഞാനില്ലേ രേവതി? നിന്റെ അമ്മയെ എന്റെ കൂടി അമ്മയാ, നിന്റെ സഹോദരങ്ങളെ എന്റെ കൂടി സഹോദരങ്ങളാ, നിന്റെ കുടുംബക്കാര് മുഴുവന് എന്റെ കുടുംബക്കാരാ. നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ ഇല്ലല്ലോ. നിങ്ങളെ അദ്ദേഹം എങ്ങനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തോ, നിങ്ങളെ അതുപോലെ തന്നെ ഞാൻ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ആര് ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലേ? ഇല്ലേ രേവതി? ഞാനുള്ളിടത്തോളം കാലം നിന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഈ വീട്ടിലേക്ക് ധൈര്യത്തോടു കൂടി കടന്നു വരാം. ആരും അപമാനിക്കില്ല അവരെ. ആരെങ്കിലും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ രേവതി നിനക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി നീ ഇങ്ങനെയൊന്നും പറയല്ലേ രേവതി. നിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ കുടുംബമല്ലേ. നീ അതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മുടെ രേവതി സച്ചിനെ അങ്ങോട്ട് മുറുകെ കെട്ടിപ്പിടിച്ചു കേട്ടോ. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ ഒരു ചങ്കിലേക്ക് കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കൈ രണ്ടും പതുക്കെ ഉയർന്നു വന്ന് നമ്മുടെ രേവതിനെ പതുക്കെ തലോടിയിട്ട് എന്തിനാ കരയുന്നത്? അല്ല, സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. ഓ, സന്തോഷം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. എന്താ രേവതി ഇതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ രേവതി സച്ചിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഒരു പ്രണയം തുളുമ്പുന്ന ഒരു നോട്ടാണ് ആ മുഖത്ത്. കുറച്ചു നേരം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, എന്താ നീ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി ഒന്നും മിണ്ടിയില്ല കേട്ടോ. പതുക്കെ ആ കോളറിൽ രണ്ടിലും ഇങ്ങനെ പിടിച്ചിട്ട് എത്തി വലിഞ്ഞ് കവളത്ത് ഒരു ഉമ്മ കൊടുത്തു. കവളത്ത് തന്നെ കേട്ടോ ഒരു ഉമ്മ കൊടുത്തു. ഞാനത് കണ്ട് ഒന്ന് ആസ്വദിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതാ ഇങ്ങോട്ടേക്ക് ശ്രദ്ധയായി പോയത്. അങ്ങനെ കവളത്ത് ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കും എന്തോ ചെറിയ റൊമാൻസ് ഒക്കെ വന്നെന്ന് തോന്നുന്നു. രണ്ടുപേരും പിന്നെ അങ്ങോട്ട് ചെറിയ റൊമാൻസ് ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, വലിഞ്ഞു മുറുകുന്നു. ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ലൈറ്റ് ഓഫ് ആകുന്നു. ഏതായാലും അവിടെ അവര് ഒന്നാവുകയാണ് കേട്ടോ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രീകാന്താണ്. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇടയ്ക്ക് സമയമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേറെ ആരെയല്ല, നമ്മുടെ വർഷ വരാനുണ്ട്. അങ്ങനെ വർഷം വന്നപ്പോഴേ ചോദിച്ചു, സ്കൂട്ടർ ഇന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയല്ലേ, ഇതെങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തകരാറാകുന്നത്? അറിയില്ല, എന്തോ കാര്യമായ തകരാറുണ്ട്. മിക്കവാറും ഓടിക്കുന്നവരുടെ തകരാറ് കൊണ്ടായിരിക്കാം. ഓ, പിന്നെ എനിക്ക് സ്കൂട്ടർ നേരാവണ്ണം ഓടിക്കാൻ അറിയില്ലെന്നാണോ നീ പറയുന്നത്? അല്ല, നീ എപ്പോഴാ നന്നായിട്ട് ഓടിച്ചിട്ടുള്ളത്? നീ എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ ഒരു സ്ത്രീ ഇടിച്ചിട്ട് പോയത്. സത്യം പറ, നീ നേരായ വഴിക്ക് തന്നെയാണോ ലൈസൻസ് കിട്ടിയത്, അതോ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് വളഞ്ഞ വഴിയിലാണോ ലൈസൻസ് കിട്ടിയത്? നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാ ലൈസൻസ് എടുത്തത്.
കണ്ടിട്ട് തോന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചിരി ചിരിച്ചപ്പം എന്തിനാ ചിരിക്കുന്നത്, കളിയാക്കോ അല്ലേ, നിന്നെ ഞാൻ ഉണ്ടല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗ് വെച്ചൊരു ഒറ്റ അടി കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ് ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞതാ, അല്ല നീ ലൈസൻസ് എടുക്കേണ്ടിയിരുന്നൊന്നും ഇരുന്നില്ല, ലൈസൻസ് എടുക്കണ്ടായിരുന്നു, നീ എന്റെ വണ്ടിയിൽ തന്നെയല്ലേ എപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്തത്. ഓഹോ എനിക്ക് മനസ്സിലായി, അത് നിനക്കൊരു ബുദ്ധിമുട്ടാണല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരി വർഷം പിണങ്ങാതെ നീ വന്ന് വണ്ടി കയറ്, നിന്റെ സ്കൂട്ടർ എന്ന് വർഷോപ്പിലായിരിക്കണേന്നാ എന്റെ പ്രാർത്ഥന, എങ്കിൽ പിന്നെ എപ്പോഴും നീ എന്റെ ബൈക്കിന്റെ പുറകെ കാണൂലോ. സത്യമാണോ? അങ്ങനെ പറ, അങ്ങനെ വഴിക്ക് വാ. ഇപ്പൊ ചെറിയ റൊമാൻസ് ഒക്കെ കയ്യിലുണ്ടല്ലേ, ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് എന്നോട് മസിൽ പിടിച്ച് സംസാരിക്കുന്നത്. പിന്നെ റൊമാൻസ് ഇല്ലാതിരിക്കോ, നീ ബാ വണ്ടി കയറ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷക്ക് വണ്ടി കയറിയിട്ട് ഇങ്ങനെ മുറുകെ വയറിൽ ഇങ്ങനെ മുറുകെ കെട്ടിപ്പിടിച്ചു കേട്ടോ. അങ്ങനെ വണ്ടി വിട്ടു പോകുന്നത് നമ്മുടെ ഭാമ കാണുമോ. ഭാമ ഇത് ശ്രീകാന്ത് അല്ലേ, പുറകിലിരിക്കുന്ന ഈ പെണ്ണേതാ, ഇവനാള് കൊള്ളാമല്ലോ. ചന്ദ്ര ഇത് വല്ലതും അറിയുന്നുണ്ടാവോ എന്തോ, ചന്ദ്രയുടെ മക്കളെല്ലാം കണക്ക് തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രീകാന്ത് വർഷനെ കൊണ്ട് ഇറക്കി വിടുകയാണേ. അങ്ങനെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൊക്കോ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ ഇതെന്താ നീ എന്നോട് ഐ ലവ് യു പറയാത്തത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഐ ലവ് യു ടു എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും കൊള്ളാം, ഐ ലവ് യു ടു കേൾക്കാൻ വേണ്ടി ഞാൻ എന്തോരം കാത്തിരുന്നതാ, എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും കൂടി ഒന്ന് തിരിഞ്ഞിട്ട് ശ്രീകാന്ത് എന്ന് വിളിച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് ചോദിച്ചു അതെ പെട്ടെന്ന് പോണോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് പോണോന്ന് ചോദിച്ചാല് അതെ നിന്നെ കണ്ടോണ്ടേ ഇരിക്കണമെന്ന് തോന്നുക ശ്രീകാന്തെ, നീ എപ്പോഴും എന്റെ മുമ്പിൽ വേണം, അങ്ങനെ എനിക്ക് തോന്നുന്നത്. ദേ എന്റെ പൊന്നു പെണ്ണെ ചെന്ന് ജോലി ചെയ്യ, വൈകുന്നേരം കാണാം, ബൈ എന്ന് പറഞ്ഞ് ഒരു ബൈ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയി, വർഷം അങ്ങ് കയറി പോയിട്ടോ. ഈ സമയത്ത് കാണിക്കുന്ന നമ്മുടെ ചന്ദ്രേനെയാണ്. അപ്പൊ ചന്ദ്ര ഇങ്ങനെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ റൂമിൽ വന്നിട്ട് ഇതെന്ത് പറ്റി രേവതി എണീക്കാത്തത്, സമയം 7:30 കഴിഞ്ഞല്ലോ, എന്തായിരിക്കും ഇവള് എണീക്കാത്തത്, കുറെ നേരമായല്ലോ, രാവിലെ എണീറ്റ് അടുക്കള കയറുന്ന ഇവളിതെന്താ എണീക്കാത്തത്, ഇന്നെന്താ പറ്റിയത്, എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി പെട്ടെന്നൊരു തലയിലൊരു കെട്ടൊക്കെ കെട്ട കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് റൂമിനകത്തുനിന്ന് തന്നെ. ഇത് കണ്ടതും നമ്മുടെ ചന്ദ്രയുടെ കിളി അങ്ങ് പറന്നു പോയെന്ന് പറയാം. കാരണം രേവതി വന്നതും ചെറിയൊരു നാണത്തോടും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മുഖത്തെ ആ ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു തിളക്കവും പ്രസാദവും ഒക്കെ കണ്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാണ്ട് അങ്ങ് സംശയം, ഒരു ചെറിയ ചിരിയും ഉണ്ട്. അപ്പോഴത്തെ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് രേവതിയോട് ചോദിച്ചു എടി സമയം എത്രയായെന്ന് അറിയാൻ പോടി നിനക്ക്, നീ എന്താ എണീക്കാൻ വൈകിയത്. അത് പിന്നെ വൈകിപ്പോയി അമ്മേ കുറച്ച്. എന്താ 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 നീ പറഞ്ഞത്, അല്ല നീ പതിവില്ലാതെ രാവിലെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് തലേ തോർത്തൊക്കെ കെട്ടി, എന്താ പറ്റിയത്. അത് പിന്നെ ഒന്നുമില്ലമ്മേ, ചുമ്മാ വെറുതെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഞാനിവിടെ ഉച്ചവരെ കാത്തു നിൽക്കണോ. അതൊന്നും വേണ്ടമ്മേ, ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ചായ എടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയൊക്കെ ആയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്കും ചന്ദ്ര എന്ത് പറ്റി ഇവക്ക് ഒരുമാതിരി ചിരിച്ചിട്ട് പോകുന്നത്. നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മിക്ക ദിവസവും നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അവളുടെ മുഖഭാവം കണ്ടിട്ട് അത് തന്നെയാ തോന്നുന്നത്. ഇവളിനി പെട്ടെന്ന് തന്നെ അമ്മയാവൂ ഈശ്വര, ഇവള് മിക്കവാറും പെട്ടെന്ന് തന്നെ പ്രസവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് തൊട്ടടുത്ത റൂമിൽ നിന്ന് നമ്മുടെ സുധി ഇറങ്ങി വരുന്നത്. സുധി വായൊക്കെ ഇങ്ങനെ വായിക്കോട്ടൊക്കെ ഇട്ട് വിട്ടാട്ടോ ഇറങ്ങി വരുന്നത്. എന്നിട്ടൊരു ഞെളുവിരും ഒക്കെ കൊണ്ടിട്ടാ വരുന്നത്. ഞെളുവിരും ഒക്കെ കൊണ്ട് തിരിഞ്ഞു നോക്കിയത് നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുക. അപ്പോഴത്തേക്കും സുധി അമ്മയോ ഇതെന്താടാ നീ നേരത്തെ എണീറ്റത്, വൈകിയല്ലായിരുന്നു എന്നും എണീക്കുന്നത്. അത് പിന്നെ ഇന്നലെ രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങി, 9 മണിക്ക്, അതാ ഇന്ന് നേരത്തെ എണീറ്റത്. ഇന്നലെ 9 മണിക്ക് ഉറങ്ങിയെന്നോ, എന്തോ നാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതോ, 9 മണിക്ക് ഉറങ്ങാനോ. അമ്മേ ഞാൻ നല്ല ടയേർഡായിരുന്നു അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്, അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. നീ ജോലിക്കൊന്നും അല്ലല്ലോ പോകുന്നത്, കണ്ട പാർക്കിലൊക്കെ കിടന്ന് കറങ്ങാനും ജോലി അന്വേഷിക്കാനും അല്ലേ പോകുന്നത്, ടയേർഡാകാൻ വേണ്ടി. ഇവനെയൊക്കെ എന്താ വേണ്ടത്, ഇവനോടൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നിട്ട് ഗുഡ് മോർണിംഗ് ആന്റി എന്ന് പറഞ്ഞു. നീ എണീറ്റല്ലേ ശ്രുതി, അല്ല നീ എന്താ കുളിക്കാത്തത്. പിന്നെ കുളിക്കാം അമ്മേ, ഇപ്പൊ കുളിക്കേണ്ട കാര്യമില്ല, ഒരു മൂടില്ല, ഇന്നലെ രാത്രി അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ടേ കുറെ വൈകിയാ കിടന്നത്, ഉറക്കം മതിയായില്ല, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുളിക്കണ്ട. നീ എന്താ പറഞ്ഞത്, രാത്രി വൈകും വരെ അക്കൗണ്ട്സ് നോക്കിയിരുന്നോ, എന്താ മോളെ ഇത്. അതേമേ പാതിരാത്രി കഴിഞ്ഞിട്ടാ ഇവള് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നത്, അതുവരെ ഞാന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ലൈറ്റ് വെട്ടം കണ്ടാൽ എനിക്ക് ഉറക്കം വരൂലെങ്കിലും പിന്നെ ഭയങ്കര ക്ഷീണമായിട്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി. അതെ അമ്മ എനിക്കൊരു കോഫി ഇട്ട് തരുമോ. കോഫി അല്ല നിനക്ക് വേണ്ടത്, അടിച്ചു നിന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു ഞാനൊരു കോഫി അല്ലേ ചോദിച്ചത്, അതിനെന്തിനാ അടിക്കുന്നൊക്കെ പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ
9 മണിക്ക് ഉറങ്ങിയിട്ട് അവന് കോഫി വേണം അത്ര കോഫി. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ദേ മോളെ, എന്താ ശ്രുതി നീ ഇങ്ങനെ പാതിരാത്രി വരെ അക്കൗണ്ട്സ് നോക്കിയിരുന്നല്ലേ? കഷ്ടം. അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മോളെ? ഹോ, നിങ്ങളെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാനിവിടെ നോക്കിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര പിന്നെ അങ്ങ് ഇറങ്ങി അങ്ങ് താഴേക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, അമ്മ ഒരു കോഫിയല്ലേ ചോദിച്ചോളൂ, അതിനെന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതിക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലല്ലേ? ഓ, കഷ്ടമുണ്ട് കേട്ടോ ശ്രുതി. അപ്പോഴത്തേക്കും കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോ, എന്ത് ഓഫീസ്? എന്ത് ഓഫീസെന്നോ? അല്ല, ഏത് ഓഫീസെന്ന്? അല്ല, ഞാൻ ഓഫീസിലല്ലല്ലോ, കാർ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ, ഷോറൂം എങ്കിൽ ഷോറൂം പോകാൻ നോക്ക, ഇനി സമയം കളയണ്ട. അല്ല, കോഫി കിട്ടിയില്ല. എന്റെ പൊന്നു സുതി ഒന്ന് കുളിക്കേ, ഞാൻ കോഫി കൊണ്ടുതരാം, സമയം താമസിക്കുന്നു, സമയം എത്രയായിന്ന് അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി നേരെ അങ്ങ് പോയിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തിനെയാണ്. രേവതിയുടെ അനിയത്തി കുറച്ച് പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ അതും തള്ളിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ സൈക്കിളിൽ. അങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് മുന്നിൽ പെട്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവു, ഹായ് ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പം, നീ എന്റെ സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുന്നത്? നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ? ഞാൻ ഇതിനു മുമ്പ് സൈക്കിൾ ഓടിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? എനിക്ക് നന്നായിട്ട് സൈക്കിൾ ഓടിക്കാൻ അറിയാം. വഴിയിൽ വെച്ച് ഇതിന്റെ ടയർ പഞ്ചറായി, അതുകൊണ്ട് ഞാൻ ഇത് തള്ളിക്കൊണ്ട് പോകുന്നത്. അല്ല, ഇവിടെ 1-2 കടകളുണ്ടല്ലോ, പഞ്ചർ ഒട്ടിക്കത്തില്ലേ? അതെ, പഞ്ചർ ഒട്ടിക്കുന്ന കടയൊന്നുമേ തുറന്നിട്ടില്ല. പിന്നെ സ്ഥിരമായിട്ട് എത്തിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്തിക്കണം. അവരാണെങ്കിൽ എന്താ വരാത്തതെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. നടന്നെത്തണ്ടേ, കുറച്ചു ദൂരം പോകാനുണ്ട്. സൈക്കിളും തള്ളിക്കൊണ്ട് നടന്നാൽ നീ ഇനിയും വൈകും. നീ ഒരു കാര്യം ചെയ്യും, പൂവൊക്കെ എടുത്തോണ്ട് വാ, ഞാൻ നിന്നെ കൊണ്ടുപോയി പൂ കൊണ്ടുപോയി കൊടുക്കേണ്ട സ്ഥലത്ത് കൊണ്ട് കൊടുക്കാം. അയ്യോ വേണ്ട, എനിക്ക് തിരിച്ച് ക്ഷേത്രത്തിലും എത്തണം, എന്നെ കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടല്ലേ നീ വൈകും, നിനക്ക് റെസ്റ്റോറന്റിൽ പോകണ്ടേ? അതൊന്നും സാരമില്ല, നിന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഏതായാലും നീ കയറി വാ, ഞാനൊരു ചെറിയ സഹായം ചെയ്തെന്ന് ഓർത്ത് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, നീ കയറാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഈ സൈക്കിൾ ഇവിടെ വെക്കട്ടെ, എന്നിട്ട് കയറാമേന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിൾ അവിടെ വെച്ചു. സൈക്കിൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ ബൈക്കിലേക്ക് കയറുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ദേവു ചോദിച്ചു, അല്ല നീ ആ പെണ്ണിനോട് സംസാരിക്കാറൊന്നുമില്ലേ? നീ അവളോട് ലവ് തുറന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് അറിയാതെ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, നമ്മുടെ ദേവുവിന്റെ മുഖത്ത് നോക്കാതെ. അപ്പൊ ആ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ഇനി. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ കാത്തിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.